അമ്മച്ചിയുടെ ഞാൻ അമ്മച്ചിയാണ് ആച്ചട. അപ്പം അമ്മച്ചിയുടെ വാതിലടച്ചിട്ടിരുന്ന ഞാൻ ഒരു മിനിറ്റും കൊണ്ട് മിനിച്ചേച്ചിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരാമെന്നും പറഞ്ഞു പോയി. മിന്നറിന് കൂട്ടുകാരത്തിയാണ് എൻ്റെ അപ്പുറത്തെ വീട്ടിൻ്റെ പെണ്ണിനോട് പറഞ്ഞിട്ട് പോരാട്ടത്. അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. എനിക്ക് അറിഞ്ഞൂടെ ദൈവം എന്തായാലും കടവാതിൻ്റെ കണ്ട് വന്നിട്ട് പൈസ അത് മേടിച്ചത് കൊടുത്തതാണ്. എന്നിട്ട് അവർ കൊടുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെയൊക്കെയാണ്. എനിക്കത്ര അറിഞ്ഞോട്. കുടുംബം നേരിട്ട് മരിക്കാൻ എൻ്റെ ദൈവമേ, എനിക്ക് പറയാൻ പറ്റണില്ല. വിഷമമുള്ളത് ഇല്ല. ഉണ്ടായിരുന്നു. ഒരു പെണ്ണ് വന്നിവിടെ ഭീഷണി കെടുത്തി. അങ്ങനെ ഭയങ്കര ഇതായിട്ട് പഠിക്ക കിടന്നുണ്ട്. ഒച്ചെടുത്ത് ഇവിടെ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആണുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. ഇന്നലെ അല്ല മിനിയാന്ന് രാത്രിയിൽ. അതിനുശേഷം പുള്ളിക്ക് ഭയങ്കര വിഷമമായി. കിട്ടാനെയൊക്കെ വേദനിപ്പിക്കേണ്ട ഇഷ്ടമല്ലെന്ന്. സമാധാനത്തിൽ കഴിഞ്ഞു പോണ കുടുംബമാണ്. മക്കൾ മോനാണെങ്കിലും നല്ല മോനാണ്, ഒരു കുഴപ്പമില്ലാത്ത. മോൾ 2 പെൺമക്കളും മോനാണ്. എന്തോ അത് കടം മേടിച്ച് കൊടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ്. എന്തോ പറഞ്ഞിരുന്നു വിഷമം. പക്ഷെ വലിയ കട ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. സങ്കടങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. എന്തോ ഇല്ല, ഞാനിവിടെ ഉണ്ടായല്ലോ. വിഷ്ണു ഇവിടെ പഠിക്കൽ വന്നിട്ട് പിന്നെ ദിവസവും വന്നിരുന്ന് കണ്ണീരൊഴുക്കലാണ്. ഇവിടെ വന്നിരുന്നുണ്ട്. ഒറ്റപ്പാടും ഇതിൻ്റെ ഇറങ്ങി ശരിയാക്കി തരാമെന്നൊക്കെയാണ് മോനെ പറഞ്ഞു. ഞാനും ഈ ഒറ്റപ്പാട് കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി മുറുകി. ഭയങ്കര ഇതായിട്ട് ഒറ്റപ്പാട്. ഇവിടെ ഇറങ്ങി നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് എല്ലാം. അടുത്ത വീട്ടിൽ മിനി എന്ന് പറയണത് കൂട്ടുകാരത്തിയാണ്. അതിൻ്റെ അടുത്ത് കൊന്ത കെട്ടിക്കണ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വല്ലതും മേടിക്കാൻ പോകണമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം തന്നെ വരാമെന്നും പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കൊണ്ട് അടച്ച് എന്നെ പുറത്തൊന്നും ഇറക്കില്ല. പാടില്ലാത്ത കാരണം പുറത്തൊന്നും ഇറക്കില്ല. എനിക്ക് എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ കൊണ്ടുത്തന്ന് പാത്രം വരാൻ കഴിയിക്കൂല. അത്രയും